എനിക്ക് എത്ര വിശ്വാസം പോരാ. ആ കുളമാവോ എങ്ങനെയെങ്കിലും. എനിക്കല്ല ഇയാക്കാ പിന്നെ തന്തയ്ക്ക്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നാടകമെല്ലാം കളിച്ച ചന്തക്കാട് വിഷനല്ല ഇയാളാ. കൂട്ടിന് അനിയനും. ആരെയാടാ നീ തല്ലിയത്? ഈ മനുഷ്യനല്ല, നെയ്യാറ്റിൻകരയുള്ള നിന്റെ തന്ത. അങ്ങനെ പോയി വിളിക്കും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കണ്ടവന്റെ ഒക്കെ കൂടെ നാട് തന്നെ നടന്ന യവന്റെ 4 പെങ്ങന്മാരെ കെട്ടിച്ചയച്ച ഈ മനുഷ്യനെയാണ് അവൻ തല്ലിയത്. 10 കൊല്ലത്തിന് മുൻപ് യവന്റെ തന്ത ഒരു ധർമ്മക്കാരന്റെ കുട്ടി വീട്ടിൽ കയറി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാമോ? IPS കിട്ടിയ മോന് പാന്റ് വേണം, ഷർട്ട് വേണം, വാച്ച് വേണം, വണ്ടിക്കൂലി വേണം. പോലീസ് പിടിച്ചോണ്ട് പോയ ഇളയ പെണ്ണിനെ തലമുട്ടയടിക്കാതെ ജാമ്യത്തിൽ ഇറക്കണം. അമ്മേ, കൊച്ചുങ്ങൾ കേൾക്കുന്നു. കൊച്ചുങ്ങൾ കേൾക്കട്ടെടി. അവത്തങ്ങളുടെ വംശമാണോ അവത്തങ്ങൾ അറിയട്ടെ. ഞാൻ അന്നേ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ മനുഷ്യ, IPSന്റെ പേരും പറഞ്ഞ ആ കൂതറ കുടുംബത്തിലേക്ക് നമ്മുടെ മോളെ അയക്കല്ലേ എന്ന്. ഇപ്പൊ മേടിച്ചു കെട്ടിയപ്പോ സമാധാനമായല്ലോ. അമ്മേ, മക്കളെ, അച്ഛനെ അവൻ തല്ലിയടാ. ഇതേ വാ. എങ്ങോട്ട്? എടി നിന്നോട് വരാനാ പറഞ്ഞത്. പോകരുതെന്ന് ഞാനാ പറഞ്ഞത്. അമ്മേ, അയ്യോ അച്ഛൻ, എന്താ എന്റെ ഭഗവാനെ? മക്കളെ, ഡോക്ടറെ വിളിക്കടാ. അയാൾക്ക് ഒരു പുല്ലുമില്ല. അയാൾ ഇതിനേക്കാ വലിയ നാടകം കളിക്കും. നീ വാ. എടീ, തന്ന ചാവാൻ കിടക്കുമ്പോ നീ നിന്റെ അമ്മാവിയപ്പന്റെ ചാവാൻ കിടക്കുന്ന ഈ മനുഷ്യന്റെ നെഞ്ചൊന്ന് തിരുമോ ഇത്തിരി വെള്ളം കൊടുക്കോ ചെയ്യടി. നിന്നോടാ പറഞ്ഞത്. പോടാ ഇറങ്ങി. നിന്നോട് വരാനാ പറഞ്ഞത്. അവള് വരുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. മോളെ, വേഗം പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. കണക്കുകൂട്ടലെല്ലാം പിഴച്ചല്ലോ റൈറ്ററേ. പിഴച്ചെങ്കി ആ പേജങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം.